ഹായ് ഹലോ അസ്സലാമലൈക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ അങ്ങനെ നമ്മൾ ഡയറ്റ് ഇപ്പം നിർത്തിയിട്ടൊന്നും ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആ ഷെയ്ക്ക് എന്തായാലും ഇനിയിപ്പോൾ ഒരു മാസം കൂടെ ഉണ്ട് കണ്ടിന്യൂഷൻ. ഇപ്പം നമ്മൾ വെയിറ്റ് സ്റ്റക്കോ അല്ല, എന്നാൽ വെയിറ്റ് നേരിയ വേരിയേഷൻ ഉണ്ട്. പിന്നെ ഫാറ്റ് ലോസ് നല്ല രീതിയിലുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ വെയിറ്റ് 85 നിൽക്കുകയാണ്. എൻ്റെ ഓർമ്മയിൽ പോലും ഇല്ലാത്തൊരു വെയിറ്റാണ് കേട്ടോ. അങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ന്യൂട്രി ഷേക്കിൻ്റെ കാര്യം മിക്കവരും ചോദിക്കുന്നുണ്ടായിരുന്നു, ഏത് ഷേക്കാണ് കുടിക്കുന്നതെന്ന്. അപ്പം ഞാൻ കുടിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നട്ട്സിൻ്റെയും അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെയൊക്കെ ഒരു പൗഡറാണ് ഞാൻ ഷേക്കായിട്ട് കുടിക്കുന്നത്. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ മിക്കയിലും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒന്ന് രണ്ട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പാലച്ചീര. എനിക്ക് സത്യം പറഞ്ഞാൽ അതിനെപ്പറ്റിയൊന്നും അറിയത്തില്ലായിരുന്നു. ചില സമയങ്ങളിൽ മറ്റേ ഹിന്ദിക്കാരുടെയൊക്കെ നോർത്ത് ഇന്ത്യൻസിൻ്റെയൊക്കെ വീഡിയോസിലാണ് ഇങ്ങനെ നമ്മൾ പാലച്ചീരയൊക്കെ പാലക് ചിക്കനും അതുപോലെ പാലക് പനീറും എന്നൊക്കെ കേട്ടിട്ടുള്ളായിരുന്നു. അങ്ങനെയാണ് ഞാൻ പല പല സ്ഥലങ്ങളിൽ ഇങ്ങനെ തപ്പി നടന്ന് പാലച്ചീര കണ്ടുപിടിച്ചത്. ഒരുപാട് സ്ഥലങ്ങളിൽ ചെന്നപ്പോഴും ഇപ്പം എൻ്റെ സീസണല്ല, ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഭയങ്കര വിഷമത്തോടു കൂടി തിരിച്ചു വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ അങ്ങനെ തപ്പി നടന്ന് നമ്മുടെ ഇവിടെ ആലപ്പുഴ മാർക്കറ്റിലുള്ള വലിയ മാർക്കറ്റിൽ നിന്ന് എനിക്കൊരു പച്ചക്കറി കടയിൽ നിന്ന് കിട്ടി. അവിടെ സ്ഥിരം എനിക്ക് നമ്മുടെ ഒരു ഫാമിലി മെമ്പർ തന്നെ പറഞ്ഞു തന്നെയാണ്. എന്നാലും ആ കൂട്ടുകാർക്ക് ഒരുപാട് നന്ദി. അങ്ങനെയാണ് ഞാൻ അവിടെ പോണതും. അവിടെ എല്ലാ ദിവസങ്ങളിലും ഉണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റുമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ചിക്കാക്കൊന്നും കൊടുത്തപ്പോൾ എങ്ങനെ അങ്ങോട്ട് ഭയങ്കര ഇഷ്ടമൊന്നും അല്ല കേട്ടോ. എന്നാലും ഞാൻ എന്തായാലും പാലക് ചിക്കൻ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ രാവിലെ മോനിക്ക് സ്കൂളിൽ പോകണം. അപ്പോൾ എനിക്ക് വയ്യായ്ക നല്ലപോലെ മാറുന്നതിന് മുന്നേ തന്നെ ചെറിയൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അതാണല്ലോ പ്രശ്നം. നമ്മൾ കള്ളത്തരം കാണിച്ച് വെട്ടിച്ചൊക്കെ ഇങ്ങനെ ഡോക്ടറെ അടുത്ത് പോകാതെ നടക്കുമ്പോഴേ ഇക്ക പറയും, വേണ്ട കുഞ്ഞുള്ളതാണ് ശ്രദ്ധിക്കണം, അങ്ങനെയൊക്കെ പറയുന്നതാണ്. എനിക്ക് ഗുളിക കഴിക്കാൻ ഇത്തിരി മടിയുള്ള കൂട്ടത്തിലാട്ടോ. അങ്ങനെ ചെറിയാൾക്ക് പിടിപെട്ടിട്ടുണ്ട്. അപ്പോൾ ചെറിയ ആളും എന്നെപ്പോലെ തന്നെയാണ്, എനിക്ക് വിമിഷ്ടം ഉണ്ടാകും. അപ്പോൾ അവന് ഭയങ്കര നിർബന്ധമാണ്. ഇപ്പം പിള്ളേർക്കല്ലേലും വന്നല്ലേ, പിന്നെ അവൻ ആൾ പാവമാണ്. പിന്നെ ഇത്തിരി വികൃതിവാസമാണെന്നേ ഉള്ളൂ, എന്നാലും കുഴപ്പമില്ല. ആൾ പാവനെ എവിടെയെങ്കിലും കൊണ്ടുപോയാലും ഒക്കെ ആൾ സൈലൻ്റാണ് കേട്ടോ. ഇപ്പോൾ ദേ വയ്യാത്തത് കൊണ്ട് രാവിലെ തന്നെ ഓടിപ്പിടിച്ച് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഭയങ്കര നിർബന്ധമാണ്. ഭക്ഷണമൊക്കെ കഴിക്കാനൊക്കെ ഭയങ്കര മടിയാണ്. അതാണല്ലോ ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അല്ലേ തന്നെ റെക്കോർഡ് നേട്ടമാണ് എന്തെങ്കിലും ആഹാരം കഴിക്കുക എന്നുള്ളത്. അപ്പോൾ ഒരു വയ്യായ്ക കൂടെ വന്നാൽ പറയുക വേണ്ട. പക്ഷേ നല്ല പനിയുണ്ട്. രാത്രിയൊന്നും ഒരു തുള്ളി ഉറങ്ങിയിട്ടില്ല. എൻ്റെ മുഖം കണ്ടാൽ നല്ല ക്ഷീണമുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു തുള്ളി ഉറക്കം കിട്ടാത്ത അവസ്ഥയാണ്. കുഞ്ഞിന് വയ്യാത്തതുകൊണ്ട്. അല്ലെങ്കിൽ അവൻ ഒരലമ്പുമില്ലാതെ കിടന്നുറങ്ങണതാണ് കേട്ടോ. അങ്ങനെ കയറി രാവിലെ തന്നെ എൻ്റെ ഒക്കത്തിരിക്കുകയാണ്. ഞാൻ അവനെ വെച്ചുകൊണ്ടാണ് അപ്പച്ചട്ടി കറക്കണത് പോലെ ഒറ്റ കൈ കൊണ്ട് അപ്പം ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അപ്പം ചുട്ടെടുക്കുന്നതല്ല, പടുക്കറക്കണയാണ്. അപ്പോൾ രാവിലെ അവനെ വിട്ട് കഴിഞ്ഞാൽ സേഫാണ്. അപ്പോൾ അവനെ സ്കൂളിൽ വിടണം. അവൻ പോയി കഴിഞ്ഞാൽ ഒരിത്തിരി സമാധാനമാണ്. ഒരാൾ വിടുന്നത് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവന് പേടിയാണ്. സ്കൂളിൽ പോകുന്ന ടൈമിലൊക്കെ ഗേറ്റ് തുറന്നിട്ട് ഭയങ്കര ശ്രദ്ധയാണ് കേട്ടോ. നമ്മളേലും ഒക്കെ ശ്രദ്ധയാണ് ആശാന്. അപ്പോൾ അങ്ങനെ ഗേറ്റ് അടച്ചാൽ സേഫ് ആക്കാതെ അവൻ പോവില്ല. അതിന് ശേഷമാണ് ഞാൻ ഒരു അരമണിക്കൂറിന് ശേഷം അരമണിക്കൂർ മുമ്പ് ഇട്ട് വെക്കുന്ന ഗ്രീൻ ടീ പോലും കുടിക്കുന്നത്. അങ്ങനെ അതും കുടിച്ചങ്ങനെ ഇരിക്കുമ്പോഴേക്ക് വാപ്പി ഇത്തിരി ഇറച്ചി കൊണ്ട് തന്നായിരുന്നു. അപ്പോൾ അങ്ങനെ രാവിലെ തന്നെ ഇത്തിരി വെള്ളിയാഴ്ച ആയതുകൊണ്ട് നമ്മൾ ഇറച്ചി മസ്റ്റൊന്നും അല്ല. വാപ്പി ഇങ്ങനെ ഇറച്ചി കൊണ്ട് തന്നപ്പോഴേക്കും ഞാൻ കരുതി പെട്ടെന്ന് ഇത്തിരി ബിരിയാണി വെക്കാമെന്ന് കരുതി. എന്നെ സംബന്ധിച്ച് എനിക്ക് മറ്റുള്ള അതും ഇതൊക്കെ ചെയ്യുന്നതിലും എളുപ്പമായിട്ട് തോന്നുന്ന ബിരിയാണിയാണ്. അതുപോലെ എല്ലാവരും കഴിക്കുകയും ചെയ്തോളൂ. അപ്പം മോന് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകണം. അപ്പം അതിന് മുന്നേ ഇത്തിരി ചോറ് റെഡിയാക്കി അങ്ങ് ബീഫ് ആകുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് റെഡിയാക്കുകയും ചെയ്യാം. കാര്യം വഴറ്റുകയും പിടിക്കുകയോ ഒന്നും ചെയ്യണ്ടല്ലോ. ബീഫിനകത്തോട്ട് നമുക്ക് എല്ലാം കൂടെ അങ്ങ് വാരി റെഡിയാക്കി വെച്ചാൽ അന്ന് കുക്കറിൽ അടിച്ചെടുക്കുന്ന താമസം മാത്രമേ ഉള്ളൂ. നമ്മൾ വഴറ്റി നിന്ന് മെനക്കെടുകയും വേണ്ട. അപ്പം ഞാൻ എന്തായാലും ഒരു പാത്രത്തിലേക്ക് എടുത്ത് വെള്ളവും വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു നുള്ളി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അല്പം നാരങ്ങാനീര് ഒഴിച്ച് കൊടുത്ത് അതുപോലെ ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തിരി പൈനാപ്പിൾ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ പൈനാപ്പിൾ കഴിക്കുന്നതുകൊണ്ട് അത് സ്റ്റോക്കാണ്. അങ്ങനെ ആ പൈനാപ്പിൾ എടുത്ത് ഒരു നുള്ളി പൈനാപ്പിളും കൂടെ കൊത്തി അരിഞ്ഞിട്ട് കൊടുത്ത് അതിലേക്ക് മുഴുവൻ മസാല ഇട്ട് അതുപോലെ തന്നെ ഒരിത്തിരി പനിനീരും പൈനാപ്പിൾ എസൻസും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ചോറിന് നല്ല ഫ്ലേവർ കിട്ടും. അതിലേക്ക് നമ്മുടെ കഴുകി വാരിയ അരിയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും റൈസ് അങ്ങ് റെഡിയാകും. അപ്പോൾ ബീഫ് എടുത്ത് നല്ല നാന്തരം പോത്തിനൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതങ്ങ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ
ഇത് 1 കിലോ ബീഫുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു വലിയ 5 സവാളകളും ചേർത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഇഞ്ചി ചതച്ചതും പച്ചമുളക് ചതച്ചതും കൊച്ചുള്ളിയും തക്കാളിയും വെളുത്തുള്ളിയും എല്ലാം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ കാശ്മീരി ചില്ലി, കൂടുതൽ മല്ലിപ്പൊടി ആയിട്ടാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ ഒരു 1.5 ടീസ്പൂണോളം മല്ലിപ്പൊടി നിറച്ച് ഞാൻ എടുക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം ഇത്തിരി മസാലപ്പൊടിയും ഉപ്പും തൈരും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തേങ്ങായോ അല്ലെങ്കിൽ കസകസോ വേണമെങ്കിൽ ചേർക്കാം. ഞാൻ ചേർക്കാറില്ല, എനിക്ക് ഈ ഒരു ഫ്ലേവറാണ് ഇഷ്ടം. അപ്പോൾ അങ്ങനെ ഒരു പെരട്ടി വെച്ചൊരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്കും കുക്കറിലേക്ക് വാരി വെള്ളമൊന്നും ചേർക്കാതെ തന്നെ നമുക്കൊരു 4-5 വിസിൽ അടിച്ചു കൊടുക്കുക. ഞാൻ ചെറിയ പീസൊക്കെ കറിക്ക് വാങ്ങിച്ചുകൊണ്ട് വന്ന പീസാണ്. അപ്പോൾ അതാണ് ഒരു 4 വിസിലൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ നമ്മുടെ ഇറച്ചി വെന്ത് കിട്ടും. ആ ഒരു നേരത്ത് നമ്മുടെ ചോറും റെഡി ആയിട്ടുണ്ട്. അപ്പം മറ്റുള്ള കറികളും അതും ഇതൊക്കെ ചെയ്യുന്ന സമയം വെച്ച് നോക്കുകയാണെങ്കിൽ സമയവും ലാഭമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിക്കുകയും ചെയ്യും. അപ്പോൾ മൂത്താക്ക് ബിരിയാണി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ഇക്ക ഡയറ്റിലായതുകൊണ്ട് വലിയ താല്പര്യമില്ല, എന്നാലും ഉച്ചയ്ക്ക് ഇച്ചിരി കഴിക്കും. കാര്യം രാവിലെയും രാത്രിയും നമ്മൾ ഷെയ്ക്കാണല്ലോ കുടിക്കുന്നത്. ഞാൻ കരുതി ഇത്തിരി എണ്ണ ഒഴിച്ച് കൊടുത്ത് അവരുടെ ബാക്കി എല്ലാം സെറ്റായിരിക്കുകയാണ്. ബീഫും ആയിട്ടുണ്ട്, അതുപോലെ തന്നെ റൈസും റെഡി ആയിരിക്കുകയാണ്. ആ നേരത്ത് ഇത്തിരി ഫ്രൈയും കൂടെ ചെയ്തെടുക്കാനുള്ള നമ്മുടെ സവാളയും കിസ്മിസും ഒക്കെ അങ്ങ് റെഡിയാക്കി എടുക്കാറ്. അപ്പോൾ അടുപ്പ് പണിയിട്ട് നിൽക്കാം കേട്ടോ. നമ്മൾ താമസമൊക്കെ മാറി വന്ന ശേഷം ഈ ഒരു അടുപ്പ് മാത്രമേ കത്തണുള്ളൂ. 3 അടുപ്പുള്ള നമ്മുടെ ഗ്യാസ് സ്റ്റവ് ആണ്. അപ്പോൾ എന്തായാലും ഇത്തവണത്തെ മാറ്റത്തിൽ നമുക്കതൊന്ന് ക്ലിയർ ആക്കണം. അപ്പോൾ ഞാൻ വീഡിയോ പിടിക്കാനായിട്ട് എടുക്കുന്ന നമ്മുടെ ഒറ്റ സ്റ്റവ് ഉണ്ട്. അപ്പോൾ അത് ഉമ്മയ്ക്ക് യൂസ് ചെയ്യാൻ അറിയത്തില്ല. അപ്പോൾ അത് കാരണം ഇങ്ങനെയാണ് നമ്മൾ കത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അത് മാറ്റണം. അങ്ങനെ ഒരല്പം പോലും വെള്ളം ചേർക്കാതെ നമ്മൾ വെച്ച ബീഫാണ്. നോക്കി എന്തോരം വെള്ളം അതിനകത്ത് വന്ന് നിൽപ്പുണ്ടെന്ന്. അങ്ങനെ ഞാൻ അതൊന്നും വറ്റിക്കുന്നൊന്നുമില്ല. അതോടുകൂടി തന്നെ ഞാൻ ആ റൈസ് കൂടെ എടുത്തിട്ട് അല്പം പശു നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒരിത്തിരി കളറും പനീരും പൈനാപ്പിൾ എസൻസും അതുപോലെ തന്നെ നാരങ്ങാനീരും കൂടെ ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇത്തിരി കളറിന് വേണ്ടി ചേർത്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും കിസ്മിസും അതുപോലെ തന്നെ ഇത്തിരി മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയാം, ദമ്മാക്കാനായിട്ട് വെച്ച് ഒരു വിസിൽ അങ്ങോട്ട് കൊടുക്കും. അപ്പോൾ നല്ല സൂപ്പറായിട്ട് നമ്മുടെ ബിരിയാണി നല്ല മണമൊക്കെ ആയിട്ട് റെഡിയായി സെറ്റായിരിക്കും. അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം, അതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. അപ്പോൾ ഇതെങ്ങനെ നല്ല ചൂട് ആവി പറക്കുന്ന ബിരിയാണി റെഡി ആയിട്ടുണ്ട്. കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു ഫ്ലേവറിലൊക്കെ നമുക്ക് നല്ല ദമ്മാക്കി കിട്ടണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ഒരു വിസിൽ കൊടുത്താൽ മതി. അപ്പം നല്ല രീതിയിൽ വെന്തിട്ട് നമ്മൾ ചൂടും കൊടുക്കണ്ട, ഒന്നും കൊടുക്കണ്ട, മേളിൽ ചട്ടയും കത്തിച്ചിടണ്ട, മാവും വെക്കണ്ട. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് വെക്കുക. അപ്പോൾ ബിരിയാണി കണ്ടപ്പോൾ ഞാൻ എന്തായാലും 1 സ്പൂൺ ബിരിയാണി നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. എന്തായാലും നമ്മൾ അധികം നെയ്യും കാര്യങ്ങളൊന്നും ചേർക്കാതെ എടുത്തല്ലേ. അതിൻ്റെ ഒപ്പം ഇത്തിരി ഇരുമ്പൻ പുളി അച്ചാറും, നിങ്ങളുടെ അവിടെ എന്തൊക്കെയാണ് പറയണതെന്ന് അറിയില്ല, ചെമ്മീൻ പുളി എന്നൊക്കെ പറയുമായിരിക്കല്ലേ. അപ്പോൾ അതിൻ്റെ ഇത്തിരി അച്ചാറും ഇത്തിരി തൈര് സാലഡും എടുത്തിട്ടുണ്ട്. സാലഡിനകത്ത് പൈനാപ്പിളും കുക്കുംബറും സവാളയും ഉണ്ട്. അപ്പോൾ അതുകൂടെ ചേർത്തിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഒന്ന് കഴിച്ചതിന് സത്യം പറഞ്ഞാൽ 3 മണിയൊക്കെ ആയപ്പോഴത്തേക്കുമാണ്. കാര്യം കുഞ്ഞാപ്പിക്ക് വയ്യാത്ത കാരണം ഒന്നിനൊരു മൂടിയില്ല, അവൻ എൻ്റെ കയ്യിൽ നിന്ന് ഇറങ്ങണമില്ല. അതെല്ലാം കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് കിടത്തി ഉറക്കിയതിന് ശേഷം ഞാൻ രാവിലെ ഉറക്കത്തിൽ എഴുന്നേൽക്കുന്ന വഴി കൊണ്ട് മെഷീനിലിട്ട് കഴുകിയിട്ട തുണിയാണ് എല്ലാം കഴിഞ്ഞ് എടുക്കുന്നത് ഈ ഒരു നേരത്താണ് കേട്ടോ. കാര്യം അവന് വയ്യാത്ത കാരണം നമുക്ക് അവൻ്റെ അടുത്തുനിന്ന് മാറാനുള്ള തോന്നില്ല. അപ്പം ഞാൻ കഴിക്കണ്ടിരുന്നപ്പോൾ വീണ്ടും ആശാൻ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. അങ്ങനെ തുണിയും വിരിച്ച് ബാക്കി തൂക്കലും തുറക്കലും ഒക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പം മോനെ കൊണ്ടുപോകണം. കാര്യം തീരെ വയ്യ. നമുക്ക് കാണിക്കാതെ വെച്ചോണ്ടിരിക്കുന്ന എനിക്ക് കുഞ്ഞുങ്ങളെ വെക്കാൻ പറ്റൂലല്ലോ. അതിൽ രാത്രി ഭയങ്കര നിർബന്ധമായിരുന്നു അവന്. വയ്യാത്തപ്പം മാത്രമേ ഉള്ളൂ കേട്ടോ, അല്ലെങ്കിൽ ആൾ പാവമാണ്. നമുക്ക് ഈ കോടി കിടന്നുള്ള വീട്ടിലുള്ള ബഹളം മാത്രമേ ഉള്ളൂ. അല്ലെങ്കിലും എവിടെയെങ്കിലും പോയാലും ഒക്കെ ആൾ ഭയങ്കര സൈലൻ്റാണ്. അപ്പം അങ്ങനെയുള്ള അവൻ ഇത്രയും ബഹളം വെക്കണമെങ്കിൽ തീരെ വയ്യാഞ്ഞിട്ടല്ലേ. അപ്പം മോനിൽ കൂടെ സ്കൂളിൽ നിന്ന് വന്നിട്ട് അവൻ്റെ കാര്യങ്ങളും കൂടെ കഴിഞ്ഞിട്ട് പോകാമെന്ന് കരുതി. അപ്പോൾ ബിരിയാണി നിൽക്കുമ്പോഴത്തേക്കും ആൾ ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ അവന് ഭക്ഷണം കൊടുത്തതേ ഞങ്ങൾ അങ്ങനെ പോകാൻ റെഡി ആയിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഡോക്ടറെ വീട്ടിൽ കൊണ്ട് കാണിച്ചിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. ഒത്തിരി ദിവസമായി ഒന്ന് വെളിയിലോട്ടൊക്കെ ഒന്ന് പോയിട്ട്. അപ്പോൾ നമ്മുടെ GST ഒക്കെ ഫയൽ ചെയ്യാനുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ക്രീമിൻ്റെയൊക്കെ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരുപാട് പേപ്പർ വർക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങനെ അതിനൊക്കെ ആയിട്ട് പോയിട്ട് തിരിച്ച് വന്ന വഴി കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കാമെന്ന് കരുതി. അപ്പോഴാണ് ദാണ്ട നല്ല മഞ്ഞ തണ്ണിമത്തൻ ഇരിക്കുന്നത് കണ്ടത്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് തന്നെ ഒരു പീസ് വാങ്ങിച്ച് കഴിച്ചു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതും കഴിക്കുന്നത്.
അങ്ങനെ അതെനിക്കിഷ്ടമായി. അപ്പം മഞ്ഞൾ തണ്ണിമത്തനാണ് വാങ്ങിച്ചത്. നല്ലൊരു ഫ്ലേവർ, നമ്മൾ സാധാ കഴിക്കുന്നതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവറായിരുന്നു. അതിനുശേഷം കുറച്ച് പലചരക്ക് സാധനമൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു, അതുമെല്ലാം വാങ്ങിച്ചു. അതുപോലെ തന്നെ എനിക്കൊരു പാഴ്സൽ വന്നിട്ടുണ്ട്, ഡേറ്റ്സിൻ്റെ ലേഹ്യവും ഹെയർ ഓയിലും അതുപോലെ തന്നെ സ്കിൻ വൈറ്റനിങ് ഓയിലും. ഈ ഡേറ്റ്സിൻ്റെ ലേഹ്യം എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ, അതുപോലെ തന്നെ എന്ത് കഴിച്ചിട്ടും വണ്ണം വെക്കാത്തവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ലേഹ്യമാണ് കേട്ടോ. അതും ഹോം മെയ്ഡാണ്. നല്ല ബ്ലഡ് ഉണ്ട്, നമ്മുടെ പീരീഡ്സിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് കറക്റ്റ് റെഗുലർ പീരീഡ്സ് ഒക്കെ ആവാനും ഒക്കെ നല്ലൊരു അടിപൊളി ലേഹ്യമാണ്. ഒരു കുട്ടി വീട്ടിലുണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ പറ്റുന്നവർ മസ്റ്റായും ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ അതിൻ്റെ കോൺടാക്ട് നമ്പർ വെച്ചേക്കാം. അതുപോലെ നമ്മുടെ കുഞ്ഞു കുട്ടികൾക്കൊക്കെ തേക്കാൻ പറ്റുന്ന വൈറ്റനിങ് ഓയിലും ഹെയർ ഓയിലും ഒക്കെ ഉണ്ട്. നല്ല റിസൾട്ട് ഉള്ളതാണ്, യാതൊരു കെമിക്കൽസും ഇല്ല. അപ്പോൾ എനിക്ക് നല്ല രീതിയിൽ അറിയാവുന്നത് കൊണ്ടാണ് ഞാനത് വീഡിയോ ചെയ്യാൻ തന്നെ തിരഞ്ഞെടുത്തത്. ഞാൻ അങ്ങനെയുള്ളത് മാത്രമേ തിരഞ്ഞെടുക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ അതിനുശേഷം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫ്രൂട്ട്സാണ്. ഞാൻ സപ്പോർട്ടിക്ക വാങ്ങിക്കും, എവിടെ കണ്ടാലും ഞാൻ വാങ്ങിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ്. അത് കണ്ട ഞാൻ അവിടെ വെച്ച് തിന്നുകയും ചെയ്യും. അപ്പം ഞാൻ നോക്കി നല്ല പഴുത്താണെങ്കിൽ മാത്രമേ വാങ്ങിച്ചുകൊണ്ട് വരാറുള്ളൂ. എനിക്ക് ഭയങ്കര ரொம்ப ടേസ്റ്റ് ரொம்ப ഇഷ്ടമാണ്. അപ്പം നമ്മളിപ്പോൾ താമസിക്കാൻ പോണ വീട്ടിലുണ്ട് കേട്ടോ. അപ്പം ഞാൻ കാണിച്ചു തരാം പുതിയ അടുത്ത വീടിൻ്റെ വിശേഷങ്ങൾ. അപ്പം ഞാൻ ഹോം ടൂർ ചോദിച്ചിട്ട് പോലും കാണിക്കാത്ത അതുകൊണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ രാത്രിയിലത്തേക്ക് കുഞ്ഞപ്പിക്കും എനിക്കൊക്കെ ഷേക്ക് മതിയല്ലോ. അപ്പോൾ ബാക്കിയുള്ളവർക്ക് ഇച്ചിരി കഞ്ഞിയും വെച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് എന്തായാലും ബിരിയാണി വെച്ചല്ലേ, അപ്പോൾ രാത്രി ഇച്ചിരി കഞ്ഞിയാച്ചാറും കുടിക്കട്ടെന്ന് കരുതി അങ്ങനെ അരി ഇട്ടേച്ചാണ് ഞാൻ അപ്പോൾ എൻ്റെ ഷേക്കിനുള്ള പരിപാടി നോക്കുന്നത്. ഞാനൊരു 7-7:30ക്കുള്ളിൽ ഞാൻ കഴിച്ചു തീർക്കാറുണ്ട്. ഇല്ലെങ്കിൽ അതിന് ശേഷം ഭയങ്കര ബുദ്ധിമുട്ടാണ് കഴിച്ചാലും ഒക്കെ. അപ്പോൾ അങ്ങനെ അതിനൊക്കെ എടുത്ത് വെച്ചിട്ട് ബാക്കി വാങ്ങിച്ച സാധനങ്ങളെല്ലാം ഫ്രിഡ്ജിലെടുത്ത് വെക്കുന്നത്. അപ്പോൾ ചെറിയ ആൾ താഴെ നിന്നുകൊണ്ട് ബഹളം വെക്കുന്നുണ്ട്. അവൻ ഓറഞ്ച് കണ്ട ഭയങ്കര ഇഷ്ടം. അപ്പോൾ പനിയുള്ളപ്പോൾ കൊടുക്കാൻ പാടില്ലെന്നറിയില്ല, എന്നാലും അച്ഛൻ്റെ അടുത്ത് പോകുന്നുണ്ട്. അങ്ങനെ ഇതേ ഷെയ്ക്കൊക്കെ അടിച്ചപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അഭിപ്രായം മസ്റ്റായും കമൻറ്റ് ചെയ്യണേ. അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ, അസ്സലാമു അലൈക്കും.